നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 2026 പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. 2026 പുതുവർഷ ഫലം, അതും പുണർദം നക്ഷത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് 2026 പുതുവർഷത്തിലെ ഈ ഫലം ഉണ്ടാവുന്നത് എങ്ങനെ? അതായത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് ഈ ജാതകനെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഫലമുണ്ടാവുന്നത്, ഗോചരഫലമുണ്ടാവുന്നത്. അപ്പോൾ ഗോചരഫലം കൂടുതലും 4 ഗ്രഹങ്ങളെ കൊണ്ടാണ് ഒരു നക്ഷത്ര ജാതകന് കിട്ടുന്നത്. 4 ഗ്രഹങ്ങൾ, മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും കിട്ടും. എന്നാൽ കൂടുതൽ സ്വാധീനം കിട്ടുന്ന 4 ഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ, ഒന്ന് വേഴഗ്രഹമാണ്. വേഴഗ്രഹം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുമെന്നുള്ള ഒരു ചൊല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് വേഴഗ്രഹം സർവേശ്വര ഗ്രഹമായ വേഴത്തിനെ കൊണ്ടും, അതുകൂടാതെ ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടുമാണ് നമ്മൾ കൂടുതലും ഗോചരപരമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേഴവും ശനിയും രാഹുവും കേതുവും ഈ ഗ്രഹങ്ങൾ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ജാതകനെ സ്വാധീനിക്കുന്നു, അതിന്റെ ഫലമാണ് ഈ പറഞ്ഞ പുതുവർഷത്തിൽ പറയുന്നത്. അപ്പൊ പുണർദം നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർ 2 കൂറിൽ വരും. പുണർദം നക്ഷത്രക്കാർ, ചില നക്ഷത്രക്കാർ അങ്ങനെയാണ്, ഈ 2 കൂറിലാണ് വരുന്നത്. അപ്പൊ 2 കൂറിൽ വരുന്ന ഈ നക്ഷത്രം, ഈ പുണർദം നക്ഷത്രക്കാർ, പുണർദം 3/4 മിഥുന കൂറിലും പുണർദം 1/4 കർക്കിടക കൂറിലുമാണ് വരുന്നത്. മനസ്സിലായ? ഈ 2 കൂറിലായിട്ടാണ് ഈ ഇത് വരുന്നത്. അപ്പൊ ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഗുണം കൂടുതൽ കിട്ടും ഇവരെ സംബന്ധിച്ച്. ഗുണദോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ ചില സമയത്ത് ചില ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് അങ്ങനെ വരും. അപ്പൊ അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പൊ ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ കിട്ടും. കാരണം വേഴത്തെ കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടാവും. വേഴം ചില സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ പേരിലുള്ള ദോഷങ്ങളും ചിലപ്പോഴല്ല ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ശനിയും രാഹുവും കേതുവും ഓരോ സ്ഥാനത്ത് നിൽക്കുന്നതനുസരിച്ചുള്ള ഗുണദോഷങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് 2026 ഈ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. മൊത്തം ആകെ നോക്കിയാൽ 2026 ആദ്യാവസാനം വരെ നോക്കിയാൽ ഗുണങ്ങളായിരിക്കും കൂടുതൽ ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് 2026. മനസ്സിലായ? 2026 സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ബന്ധുജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ്. ബന്ധുക്കളായ ആൾക്കാർ പലരും ഉണ്ടാവുമല്ലോ, അവരുടെ ചിലപ്പോൾ അകന്ന് നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്വരച്ചേർച്ചയില്ലാതെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് അകൽച്ച കാണിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയാവുന്ന ഒരു വർഷമാണ് ഈ 2026. അപ്പൊ ബന്ധുജനങ്ങളുമായിട്ട് ഒന്ന് സഹകരിച്ച് ഒക്കെ പോകേണ്ട ഒരു വർഷമാണ്. അതാണ് കാണുന്നത്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. പലർക്കും പല വിധത്തിലുള്ള സുഹൃത്തുക്കളായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ആയിട്ടുള്ള ബന്ധങ്ങൾ
ദൃഢമാകുന്ന ഒരു സമയമാണ്. എപ്പോഴും ഇവരെ സംബന്ധിച്ച് ഇവരുടെ സഹായങ്ങൾ മിക്കപ്പോഴും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ്. ഈ സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ, അതുവഴി നല്ല സഹായങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് 2026. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ മറ്റ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവരുടെ കാര്യങ്ങളൊക്കെ അവരെന്നെ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോ സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നതമായ മത്സരങ്ങളിൽ ഉന്നതമായ വിജയങ്ങൾ, മത്സരങ്ങളിലൂടെ, പരീക്ഷകളിലൂടെ, ഇവർക്ക് പഠനത്തിലൂടെയൊക്കെ നല്ല ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാനും, പരീക്ഷകളിൽ വിജയം ഉണ്ടാകാനും, പരീക്ഷകളിൽ മാർക്ക് നേടാനും, അതുവഴി ഇവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസപരമായ ഒരു നല്ല വർഷമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2026. അതുകൂടാതെ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പൊതുപ്രവർത്തകരുണ്ട് ഇല്ലേ? ചിലവര് സാംസ്കാരിക പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും, ഇനി അതുമല്ലെങ്കിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കും. ഇവർക്കെല്ലാവർക്കും ഇവരെയൊക്കെ പൊതുവിഭാഗത്തിൽപ്പെടുത്താം. അതായത് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ 2026 ഈ രംഗത്തുള്ളവർക്ക്, അതായത് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമെല്ലാം പൊതുവായി നല്ല ഒരു ഫലമാണ് 2026 ഇവർക്കുണ്ടാകാൻ പോകുന്നത്. അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരങ്ങളും ആശീർവാദങ്ങളും സ്ഥാനമാനങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ 2026. ഞാനിതെല്ലാം വിസ്തരിച്ച് പറയണേ. അതായത് വെറുതെ അങ്ങനെ ഓടിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് വിസ്തരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിസ്തരിച്ചു പറയുന്നത്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായ കാര്യങ്ങൾ, ധനാഗമങ്ങൾ എല്ലാം ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. ഇവർ പ്രതീക്ഷിക്കാത്തതിന്റെ ഇവർക്ക് പല ഭാഗത്തുനിന്നും ഇത് കിട്ടും, സഹായങ്ങൾ കിട്ടും. അത് പ്രത്യേകിച്ച് സാമ്പത്തികമായ സഹായങ്ങളായിരിക്കും കൂടുതൽ. അപ്പൊ സാമ്പത്തികമായ സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇവര് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും ഇവർക്ക് ചിലപ്പോൾ സഹായം കിട്ടുന്നത്. അവരൊട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല അവർക്ക് അവിടുന്ന് ആ സഹായം വരുമെന്ന്. തീർച്ചയായിട്ടും അവർക്ക് അവിടുന്ന് കിട്ടും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ, അതായത് ഉദ്യോഗസ്ഥരായവർക്ക് നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. അതായത് അവർക്ക് പ്രമോഷൻ കിട്ടാം, സ്ഥാനമാനങ്ങൾ കിട്ടാം, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടാം. ഇനി അതുമല്ലെങ്കിൽ ശമ്പള വർധനവ്, അതേപോലെയുള്ള വരുമാനം കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. അത് നമ്മൾ കാണുന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 2026 വളരെയധികം നേട്ടങ്ങൾ തരുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. പിന്നെ പ്രമോഷനും അംഗീകാരങ്ങളും ഒക്കെ കിട്ടും ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യതയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അത് ഈ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ ഐക്യത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചെലവഴിക്കാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അവസരം കിട്ടുന്ന ഒരു വർഷമാണ് 2026. അപ്പൊ കുടുംബത്തിൽ ഗ്രഹപുഷ്ടി ഉണ്ടാവും, നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം പുരോഗതികൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം ശനിയുടെ നിൽപ്പും രാഹുകേതുക്കളുടെ നിൽപ്പുമൊക്കെ
കുറച്ച് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് സംയമനത്തോടുകൂടി അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ വാക്കുകൾ പറയുമ്പോൾ ഒന്ന് സംയമനം പാലിക്കുന്നത് നല്ലതാണ്. കാരണം നാവിൽ നിന്നും എന്തെങ്കിലും ഒരു നാക്കുപിഴ വന്നു പോയാൽ അത് ചിലവര് അതിനെ മുതലെടുക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അവർക്ക് വിരോധം വരാനും ഇടവരും. അപ്പൊ കഴിയുന്നതും അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഈ പുതുവർഷത്തിൽ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ പുതുവർഷം എന്ന് പറഞ്ഞാൽ ഈ ജനുവരി മാത്രമല്ലല്ലോ, 2026 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടമാണ് ഈ പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള വാക്ക് തർക്കങ്ങളിലും ചെന്നൊന്നും പെടരുത്. വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മിതത്വം പാലിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴരുത് നിങ്ങൾ. അതായത് പല വിധത്തിൽ നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവും. അപ്പോ അതിനെ നിങ്ങൾ സംയമനത്തോടെ പ്രകോപനങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തി നേടണം. അതിലൊന്നും നിങ്ങൾ വശംബദ്ധരായി പോകരുത്. അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ശത്രുദോഷങ്ങളെ നേരിടേണ്ട സമയങ്ങൾ വരാം. ശത്രുദോഷങ്ങൾ ഉണ്ടാകേണ്ട സമയമുണ്ട്. അപ്പൊ ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2026 പുതുവർഷം വളരെ നല്ല നേട്ടങ്ങൾ തരുന്ന ഒരു വർഷമാണ്. ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും നേട്ടങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ഈ 2026 പുതുവർഷത്തെ പുണർദം നക്ഷത്രത്തിന്റെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ നക്ഷത്രഫലത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമന്റുകൾ എനിക്ക് ഇടണം. എനിക്ക് മറുപടി തരാൻ പറ്റാവുന്ന കമന്റുകൾക്കെല്ലാം ഞാൻ മറുപടി തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ ചാനലിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.